ഹായ് കൂട്ടുകാരെ, നമ്മുടെ സ്റ്റിച്ചിങ് ഫ്രണ്ട് എന്ന ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടോപ്പാണ് ചെയ്യാൻ പോകുന്നത്. മിഡി ടോപ്പായിട്ടും ഇത് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പായിട്ട് ഇത്തിരി ലെങ്ത്ത് കൂട്ടിയൊക്കെ ചെയ്യാം. ഞാനിതിപ്പോൾ മിഡിയുടെ ടോപ്പായിട്ടാണ് ചെയ്യുന്നത്. ഈ ലേസ് കണ്ട് ഞാൻ ഇതിൻ്റെ സൈഡിൽ ചെയ്യാൻ വേണ്ടി മേടിച്ചിരിക്കുന്ന പോംബോ ലേസാണ്. ഇത് കുഴപ്പമില്ല, ഈ ലേസ് കിട്ടിയില്ല എന്ന് കരുതി കുഴപ്പമില്ല. നമുക്ക് ഏതായാലും കട്ടിങ്ങിലേക്ക് പോകാം. തുടക്കക്കാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന, ടീനേജേഴ്സിനൊക്കെ പറ്റുന്ന ഒരു ടോപ്പാണ് ഇത്. ഒരു സാരിയുടെ പീസ് തന്നെയാണ് കേട്ടോ. ഈ നിഴലടിക്കില്ല എന്ന് മാത്രം, ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒരു സാരിയുടെ പീസ് അതായിരിക്കും. ട്രാൻസ്പെറൻ്റ് അല്ലാത്തതായിരിക്കും നല്ലത്. ഇത് ഡബിൾ സൈഡ് തുണിയാണ്. ഞാൻ ഈ തുണിയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് 4ആയിട്ട് മടക്കുക. നീളത്തിൽ മടക്കി അത് കഴിഞ്ഞ് അത് വീണ്ടും ഇതുപോലെ 4ആയിട്ട് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കി നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് ആ ഒരു ലെങ്ത്തിലിടുക. എനിക്കിപ്പോൾ ഒരു 22 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, 4ആയിട്ട് മടക്കി അതിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെയാണ്, ജോയിൻ്റ് ഇവിടെയാണ്, ബാലൻസ് അങ്ങോട്ട് നീണ്ടു കിടക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 22 ഇഞ്ച് ലെങ്ത്താണ്. ലൈനിങ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് 23 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മതിയാവും. നമുക്ക് മടക്കി അടിക്കുകയല്ല, നമ്മൾ ആ ലേസ് വെച്ച് കൊടുക്കുകയാണ്, അപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ 23 ഇഞ്ച് ലെങ്ത്ത് കിട്ടുന്നുണ്ട്, കാണാമല്ലോ അല്ലേ. പിന്നെ ഇതിൻ്റെ 4ആയിട്ട് മടക്കി വെച്ചിരിക്കുന്ന ഭാഗം ഇവിടാണ് ഇതിൻ്റെ ഫോൾഡിങ് വരുന്നത്. നമുക്ക് ഷോൾഡർ 14 ഇഞ്ചാണ്. സ്ലീവ് ഒന്നും കട്ട് ചെയ്യണ്ട കേട്ടോ, അത്രയ്ക്ക് ഈസിയാണ്. ഷോൾഡർ 14 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ കൈയുടെ ഇറക്കം ഒരു 6 ഇഞ്ച് കൈയുടെ ഇറക്കം കൂടി കൂട്ടി അങ്ങ് എടുക്കുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 20 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുവാണ്. കണ്ടോ, 20 ഇഞ്ചിൽ മാർക്ക് ചെയ്യുവാണ്. വീഡിയോയിലേക്ക് കടക്കുവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്താൽ തുടർന്നുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. സ്റ്റിച്ചിങ് വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ചെസ്റ്റ് അളവ് 36.5 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്നും സാധാരണ കൈക്കുഴിക്ക് വേണ്ടി ഒരു 6.5 ഇഞ്ച് അളവ് എടുക്കുമല്ലോ, ആ ഒരു 6.5 ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കുക. ഷോൾഡറിൽ നിന്നും 14 ഇഞ്ചാണല്ലോ, അപ്പോൾ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തോളൂ. കാരണം നമ്മൾ ഇതിൻ്റെ നെക്ക് ബോട്ട് നെക്കാണ് ചെയ്യുന്നത്, ഇറങ്ങിയിട്ടുള്ള നെക്കല്ല. അപ്പോൾ ബോട്ട് നെക്ക് ആകുമ്പോൾ ഷോൾഡർ വിരിവ് വേണം. ആ 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക. താഴത്തേക്ക് സാധാരണ കൈക്കുഴിക്ക് മാർക്ക് ചെയ്യുന്ന ഒരു 6.5 മാർക്ക് ചെയ്യുക. ഇനി നമ്മുടെ ചെസ്റ്റ് അളവ് 36.5 കിട്ടിയിരിക്കുന്നത്. ഇതൊരു ലൂസായിട്ടുള്ള ടോപ്പാണ്. എങ്ങനെ പോയാലും ഇതിനൊരു ലൂസായിട്ടുള്ള ലുക്കേ കിട്ടുള്ളൂ, കറക്റ്റ് ബോഡി ഫിറ്റിംഗ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ 36.5, 37 കണക്കാക്കുക. 1/2 ഇഞ്ച് അങ്ങ് കൂട്ടുകയാണ്. ഇച്ചിരി ലൂസായാലും കുഴപ്പമില്ല. 37ൻ്റെ 4/1 ഭാഗം എന്ന് പറയുമ്പോൾ 9.25. ആ 9.25 കൂടി ഒരു 4 ഇഞ്ച് കൂടി നമ്മൾ കൂട്ടി അങ്ങോട്ട് മാർക്ക് ചെയ്യുവാണ് കേട്ടോ. ഒരു 9.5 മാർക്ക് ചെയ്യാം. അപ്പോൾ 9.5 മാർക്ക് ചെയ്യുമ്പോൾ 38 ഇഞ്ച്, ആ ലൂസോട് കൂടിയാണ് ഈ 38 ഇഞ്ച് കിട്ടുന്നത്. പിന്നെ നമുക്ക് ബ്രസ്റ്റിന് താഴെ ഭാഗത്തായിട്ട് ആ വയറിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ലോവർ ചെസ്റ്റ്, അപ്പോൾ ആ ഒരു ഭാഗം കിട്ടുന്നത് 32ആണ്. 32ൻ്റെ പകുതി 16, അതിൻ്റെ പകുതി 8 ഇഞ്ച് വരും. 4/1, 32ൻ്റെ 4/1 പറയുമ്പോൾ 8 ഇഞ്ച് വരും. നമ്മളൊരു 1/2 ഇഞ്ച് ലൂസ് ഇട്ട് ചെയ്യുകയാണ്. കാരണം ഈ ഡ്രസ്സ് നമുക്ക് വണ്ണം കൂട്ടാൻ പറ്റില്ല, കുറയ്ക്കാനും പറ്റില്ല. അപ്പോൾ കുറച്ച് ലൂസായാലും കുഴപ്പമില്ല. ഇതൊരു ലൂസ് പാറ്റേണുമാണ്. ടൈറ്റ് ആയി പോയാൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ആ ഒരു മെത്തേഡിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുകയാണ്. പിന്നെ നമ്മുടെ സീറ്റിങ്ങിൻ്റെ ഭാഗം 39 കിട്ടിയത്. 1 ഇഞ്ച് ലൂസ് കൂട്ടി 40. അപ്പോൾ ഞാനൊരു 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം, 1 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട്. ഇതാണ് നമുക്ക് സ്റ്റിച്ചിങ് വരേണ്ട ഏരിയ. പിന്നെ ഇത് നമ്മുടെ സ്ലീവാണ് കേട്ടോ. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഇറക്കമുണ്ടല്ലോ, ഈ ഇറക്കം, ഇത് സ്ലീവാണ്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് ചെരിച്ച് ഇങ്ങോട്ട് വരയ്ക്കുവാണ്. ഒരു ബട്ടർഫ്ലൈയുടെ ചിറക് പോലെ നമ്മൾ ചെരിച്ച് വരയ്ക്കുവാണ്. മാക്സിമം ലൂസ് കൊടുക്കാം. ഇതിന് കണക്കുകളൊന്നുമില്ല, നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മനസ്സിലാകും.
ഈ താഴെ ഭാഗത്തുനിന്ന് തന്നെ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാമല്ലോ, ഒരു റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് കുറച്ചൊരു ഇതൊരു ഫ്രില്ല് പോലെ വരാനാണ്. നിങ്ങൾക്ക് ആ തമ്പനിയിൽ നോക്കുമ്പോൾ ആ ടോപ്പ് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ വന്നിട്ട് താഴെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിലേക്ക് വന്ന് ഇതിങ്ങനെ ഒരു 1/2 ഇഞ്ച് ലൂസ് വന്ന് ഇതിങ്ങനെ യോജിക്കണം. നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടോ ഇത്. ഇനിയിപ്പോൾ ഒരു ശരാശരി അളവ് പറയുവാണെങ്കിൽ നമ്മൾ ഈ ഭാഗം മുകളിൽ നിന്നും ഒരു 8 ഇഞ്ച് താഴത്തേക്ക് വന്നിട്ടുണ്ട്. കൈക്കുഴിയിൽ നിന്നുമാണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് വരുന്ന കൈക്കുഴിയിൽ നിന്നുമാണ് കേട്ടോ. 8.5 ഇഞ്ചോടത്തോളം അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ കൂട്ടിയിരിക്കുന്ന അനുസരിച്ചാണ് ചിറക് പോലെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒതുക്കി എടുക്കണമെങ്കിൽ ഒതുക്കിയെടുക്കാം, ഇതുപോലെ ഇതുവഴി ഒതുക്കി എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇത് ചിറക് പോലെ കിടക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ കൈക്കുഴി മാർക്ക് ചെയ്തിരിക്കുന്നതിൽ നിന്നും സാധാരണ നമ്മൾ സ്ലീവ് ചെയ്യുന്ന പോലെ സങ്കല്പിച്ചിട്ട് ഇതുപോലെ കുറച്ചൊന്ന് വളച്ച് ഇതുപോലെ വന്നൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഒരു 2.5-3 ഇഞ്ചോടത്തോളം സ്റ്റിച്ച് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ ഇത് സ്ലീവ് എക്സ്ട്രാ പിടിപ്പിക്കുന്നില്ല. അപ്പോൾ കൈക്കുഴിയുടെ ആ ഭാഗം ഒരു സ്ലീവിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ മാർക്ക് ചെയ്യണം, ഇവിടെ മുതൽ സ്റ്റിച്ച് ചെയ്ത് വരികയും വേണം. അപ്പോൾ നമ്മൾ കൈ പൊക്കിയാലും ഈ ഒരു ഭാഗം മാത്രമേ പറന്ന് കിടക്കുകയുള്ളൂ. ഈ ഒരു ഭാഗം കക്ഷത്തിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് വരെ നമുക്ക് സ്ലീവിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരു ഐഡിയ ആണ് ഈ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് എളുപ്പം അത് മനസ്സിലാകും. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് നെക്കാണ്. ഇപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ പോകുവാണ്. ആ നെക്കിന് നമ്മൾ ഓൾറെഡി ഷോൾഡർ 14 ഇഞ്ച്, അതിൻ്റെ 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് സങ്കല്പിച്ച്. അത് ബോട്ട് നെക്ക് ആയതുകൊണ്ട് മാത്രമാണ് 7 ഇഞ്ച് മാർക്ക് ചെയ്തത്. ആ 14ൻ്റെ പകുതി എടുത്തത്. ഇല്ലെങ്കിൽ ഒരു 6.5 ഇഞ്ച് മതിയാകും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബോട്ട് നെക്കിൻ്റെ ആ ഒരളവ് ഡിസ്റ്റൻസ് 4 ഇഞ്ച് എടുക്കുവാണ്. 4 ഇഞ്ച് ഡിസ്റ്റൻസ് എടുത്തിട്ട് നെക്കിൻ്റെ ഇറക്കം നന്നായിട്ട് അങ്ങ് കുറയ്ക്കുവാണ്. കാരണം സാധാരണ നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡറിനൊരു സ്റ്റിച്ച് വരാറുണ്ട്. അപ്പോൾ ഒരു 4 ഇഞ്ച് ടോട്ടൽ 2 വശം കൂടി ഒരു 1/2 ഇഞ്ചെങ്കിലും ഇവിടെ കുറയും. പക്ഷേ ഈ ഡ്രസ്സിന് ഷോൾഡർ ജോയിൻറ്റ് പോലുമില്ല. അത്രയ്ക്ക് സിമ്പിളാണ്. ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടതായ ഭാഗം എന്ന് പറഞ്ഞാൽ നെക്ക് സ്റ്റിച്ച് ചെയ്യുക, നെക്ക് ഫിനിഷ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഈ സ്ലീവിൻ്റെ നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, ഇത്ര മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഈ ചിറക് പോലെ വരുന്ന ഭാഗത്ത് ലേസ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതല്ല സിക്സാക്ക് ചെയ്തിട്ട് ടങ്കീസ് വെച്ച് സിക്സാക്ക് ചെയ്തിടുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ടങ്കീസ് ഇല്ലാതെ ആണെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ആ പോംപോം ലേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സിമ്പിളാണ്. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ച് കഴുത്തിറക്കം എടുക്കുന്നുള്ളൂ. ഈ 2.5 ഇഞ്ച് എടുക്കുന്നതിൻ്റെ കാര്യം 3 ഇഞ്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഈ ഷോൾഡർ ജോയിൻറ്റ് വരാത്തത് കൊണ്ടാണ് ആ 2.5 ഇഞ്ചിൽ നമ്മൾ ഒതുക്കിയിരിക്കുന്നത്. ഇനി ഈ നെക്കൊന്ന് ബോട്ട് നെക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിതാ ഫ്രഞ്ച് കർവ് എടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് കർവ് എടുത്തിട്ട് ബോട്ട് നെക്ക് മാർക്ക് ചെയ്യാൻ പോകുവാണ്. ഇതുപോലെ മാക്സിമം വിടർത്തിയിട്ട് വേണം ഈ ബോട്ട് നെക്ക് നമുക്ക് മാർക്ക് ചെയ്യാൻ. കണ്ടോ, ഇതുപോലെ അങ്ങ് വരച്ചു കൊടുത്താൽ നല്ലൊരു ബോട്ട് നെക്ക് കിട്ടും. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ കൂടി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ താഴെ ഭാഗം കണ്ടോ, ഇതുപോലാണ് വന്നിരിക്കുന്നത്. ഇത്രയ്ക്ക് സ്പേസേ താഴെ ഭാഗത്ത് ഗ്യാപ്പ് വരുന്നുള്ളൂ. അവിടെ നിന്നൊരു ഫ്രില്ല് പോലെ വന്നിട്ട് വീതി കുറഞ്ഞ് ഇതിലേക്ക് യോജിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാർക്ക് ചെയ്യണം. താഴത്തേക്ക് കറക്റ്റായിട്ട് താഴെയുള്ള ലെവലിലേക്ക് കൂടി മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്തെടുക്കുവാണ്. ഈ പോയിൻ്റ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുവാണ്.
ഇതാ ഈ ഒരു മാർക്കിങ് പോലെ തന്നെ ഞാൻ അടുത്ത ലെയറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പറയാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ നല്ല വശത്ത് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നിവർത്തുവാണ്. ഇതിങ്ങനെ നിവർത്തിയിട്ട് ഇത് കണ്ടോ, ഇതിങ്ങനെ കറക്റ്റായിട്ട് നിവർത്തിയെടുത്തിട്ട് ഈ നെക്ക് കറക്റ്റായിട്ട് പിടിക്കുക. ഇവിടെ നമുക്ക് പൈപ്പിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ആ ലേസ് വെച്ച് കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നീട് ഇതാണ് ഇതിൻ്റെ നല്ല വശം. നമ്മൾ ഈ നല്ല വശത്ത് തന്നെയാണ് ഈ സ്റ്റിച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഈ സ്റ്റിച്ച് കൊടുക്കുന്നത് ഇതുപോലെ 2 വശം സ്റ്റിച്ച് കൊടുക്കണം. പിന്നെ ഈ സൈഡ് ഭാഗം ആ ലേസ് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി, നെക്കും ചെയ്താലും മതി, ഈ ടോപ്പ് ഫുള്ളാവും. അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണിച്ചു തരുന്നില്ല, ഇത്രയ്ക്ക് സിമ്പിൾ ആയതുകൊണ്ട് ഞാനിത് പറയുവാണ്. സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ നെക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ലേസ് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാ ആ പറഞ്ഞ മാർക്കിലൂടെ തന്നെ ജസ്റ്റ് ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ 2 പ്രാവശ്യം ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഡബിൾ ഷെയ്ഡ് തുണിയാണല്ലോ, ഇതുപോലെ 2 വശത്തേക്കും വെച്ചിട്ട് ഇതുപോലെ 2 വശത്തേക്കും വിടർത്തി വെച്ചിട്ട് ഓരോ സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഓരോ സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതല്ല ഒരു വശത്തേക്ക് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നെ അത് 2 വശത്തേക്ക് ആക്കണമെങ്കിൽ അങ്ങനെയും ആക്കാം. അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യാം. എന്തായാലും പിന്നീട് വണ്ണം കൂട്ടാൻ ഈ ഒരു സ്റ്റൈലിലാണെങ്കിൽ നമുക്ക് വണ്ണം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുപോലെ പതിച്ച് അഴിക്കുകയാണെങ്കിൽ പിന്നീട് വണ്ണം കൂട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അഴിക്കുമ്പോൾ ആ സ്റ്റിച്ചിൻ്റെ പാടൊക്കെ വരും. അപ്പോൾ ഇത്രയും അവസ്ഥയിലാക്കിയിട്ടുണ്ട്. 2 വശവും ആ മാർക്ക് ചെയ്തെടുത്ത് വെച്ചടി. ഇത് മാത്രമേ ഉള്ളൂ ഈ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്. ഷോൾഡർ ഇല്ല, സ്ലീവ് ഇല്ല, ഒന്നുമില്ല. ഈ ഭാഗവും നെക്കും മാത്രം ചെയ്താലും മതി. ഇനി ഞാൻ ഈ സൈഡിൽ കൂടി നമ്മുടെ ലേസ് വെച്ച് കൊടുത്തിട്ട് വരാം. ഇതാ ഇപ്പോൾ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ചിറകുള്ള ടോപ്പ്. നമുക്കിനി ഇതൊന്ന് ഇടിപ്പിച്ച് നോക്കാം നമുക്കൊരു ഡോളിനെ. ഇതാ നമ്മുടെ ടോപ്പ് കണ്ടോ, നല്ല ചിറകൊക്കെയുള്ള ഒരു ടോപ്പ്. ടീനേജേഴ്സിന് നല്ല ഭംഗിയായിരിക്കും. ഇത് ജീൻസിൻ്റെ കൂടെ ടോപ്പായിട്ട് ഉപയോഗിക്കാം, മിഡിയുടെ കൂടെ ഉപയോഗിക്കാം. ലെങ്ത്ത് കൂട്ടിയെടുത്താൽ ഒരു ചുരിദാർ ടോപ്പായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്താൽ തുടർന്നുള്ള എല്ലാ വീഡിയോസും കിട്ടും. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.